അസ്സലാമു അലൈക്കും. ലെനസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൺചട്ടികൾ എല്ലാവരും വീട്ടിൽ മയക്കിയെടുക്കാറുണ്ടാവും. അത് ഞാൻ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മയക്കിയെടുക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. ഞാൻ അത്യാവശ്യം വലിയൊരു വട്ടപാത്രം എടുത്തതിന് ശേഷം അതിൽ വെള്ളം നിറച്ച് അതിലേക്ക് മൺപാത്രങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. മൊത്തത്തിൽ 5 മൺപാത്രം ഉണ്ട് എൻ്റെ കയ്യിൽ. അത് ഒന്നിച്ച് മയപ്പെടുത്തുകയാണ്. ഇത് മുഴുവനായിട്ട് മുങ്ങണ രീതിയിൽ വേണം നമുക്ക് വെള്ളം എടുക്കാൻ. അപ്പോൾ ഞാൻ ഒന്ന് മുങ്ങൽ കമ്മിയായിട്ട് ഞാൻ ഇത് ശരിയാക്കി കൊടുക്കുകയാണ്. ഇത് പരന്ന പാത്രം വേണ്ടി കുണ്ടുള്ള പാത്രമാണെങ്കിൽ നമുക്കൊരു ബക്കറ്റോ വലിയ എന്തെങ്കിലും എടുത്താൽ മതി. ഇതിപ്പോൾ പരന്ന പാത്രങ്ങളായതുകൊണ്ടാണ് ഇങ്ങനത്തെ വേസ് എടുത്തത്. ഇത് മുക്കിയെടുക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ബബിൾസ് ഇങ്ങനെ വരും, വെള്ളം തിളച്ച് വരും. ഇത് മൺകലമൊക്കെ കുടിക്കുകയാണ്. മൺപാത്രങ്ങൾക്കൊക്കെ നല്ല വെള്ളത്തിന് ആവശ്യമുണ്ട്. ഇത് ഞാനൊരു 6 മണിക്കൂർ ഇതേപോലെ തന്നെ ചെയ്ത് വെള്ളം കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിൽ നിന്ന് മാറ്റണത് കേട്ടോ. ഇപ്പം ഞാൻ ഇതിൽ നിന്ന് മാറ്റുകയാണ്. 6 മണിക്കൂർ ഫുള്ളായിട്ടും ഇത് വെച്ചതിൻ്റെ ശേഷമാണ് ഞാൻ ഈ അടപ്പുകളും ചട്ടികളൊക്കെ മാറ്റണത്. ഇതൊരു ദിവസം വെച്ചൊക്കെയാണെങ്കിൽ അങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നല്ല വെള്ളത്തിൽ വേണം വെക്കാൻ. ഇത് മുഴുവനായിട്ട് എടുത്ത് ഞാനിത് കഴുകുകയാണ്. ഒന്ന് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ സോപ്പ് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. വിമ്മാണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കുമ്പളകളും അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയി അങ്ങനെയാവും. ഇതിപ്പോൾ ഞാൻ കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. എക്സ്പയറായ കടലപ്പൊടി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതിനായിട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ അതായിട്ടാണ് ഞാൻ കഴുകിയെടുക്കുന്നത്. എക്സ്പയർ ഡേറ്റ് പറഞ്ഞാൽ 2-3 ദിവസമുള്ളൂ കേട്ടോ. എക്സ്പയർ ഡേറ്റ് ആയിട്ട് കേടൊന്നിട്ടില്ല. ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ മെനക്കെട്ടെടുത്താലും നമുക്കിത് നോൺ സ്റ്റിക്ക് പാനിൻ്റെ അതേ രീതിയിൽ തന്നെ കിട്ടും. നല്ല മിനുസായിട്ടും നല്ല സൂപ്പറായിട്ടും മീൻ പൊരിക്കണമെങ്കിലോ അപ്പം ചുടണമെങ്കിലോ ഒക്കെ പറ്റൂട്ടോ. ഞാനിത് അത്യാവശ്യം വലിയ ഉരുളിയാണ്. കയ്യിൽ കനം കൊണ്ട് പിടിക്കാൻ പറ്റണില്ല. കടായി ചിക്കൻ ഉണ്ടാക്കാനും ചിക്കൻ മുളകിടാനൊക്കെ നല്ല സൂപ്പറായിട്ടുള്ള ചട്ടിയാണത്. ഇത് ഞാനിപ്പോൾ ആലപ്പം ചൂടാന്ന് കരുതി വാങ്ങിയതാണ്. ചീനച്ചട്ടിയായിട്ട് അങ്ങനെയും ഉപയോഗിക്കാം. പണ്ടുള്ള കാലമൊക്കെ ഉമ്മി കൊണ്ട് ഇനി മയക്കിയെടുത്തിനത്. അത് തീ കത്തിച്ച് അതിൻ്റെ ഉള്ളിൽ ഉമ്മി നിറച്ച് അതും നല്ല ഈട് നിൽക്കും, പെട്ടെന്നൊന്നും പൊട്ടിപ്പോവില്ല. ഇപ്പം ആരും അങ്ങനെ ചെയ്യാറുമില്ല. ഉമ്മിയൊറ്റ കിട്ടലുമില്ല. നെല്ല് കുത്താനൊക്കെ പോണ സമയത്തൊക്കെ മില്ലിൽ നിന്ന് എടുത്ത് പോരുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ചെയ്തെടുക്കാം. അങ്ങനെ അത് നല്ല ഉറപ്പ് കിട്ടണ സീസണ്. ഇങ്ങനെ ആകുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ മയർക്ക് ഒന്നുകൂടി മിനുസം കിട്ടും, നല്ല തിളക്കവും കിട്ടും. ഇങ്ങനെ കഴുകണ വെച്ചാൽ ഇതിന് മേലൊക്കെ നല്ല അഴുക്കുകൾ ഉണ്ടാവും. അഴുക്കുകളൊക്കെ പെട്ടെന്ന് പോയി കിട്ടാനും സോപ്പ് ഒരിക്കലും നമ്മളിതിന് ഉപയോഗിക്കാം കേട്ടോ. വിമ്മോ ഫയറിയോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. മൺപാത്രം ആയതുകൊണ്ട് തന്നെ അതൊക്കെ ഉള്ളിലേക്ക് പിടിച്ചെടുക്കും. അതിനാണ് കടലപ്പൊടി ആകുമ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പിടിച്ചെടുത്താലും വലിയ കേടുണ്ടാവില്ലല്ലോ. ഈ ചട്ടി മീൻ പൊരിക്കാനും ഓട്ടട ഇടാനും അങ്ങനത്തേനൊക്കെ നല്ല സൂപ്പർ ചട്ടിയാണിത്. നല്ല കനല്ല ചട്ടിയാണ്. ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് കഴുകിയെടുക്കൽ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഇനി അടുപ്പത്ത് വെച്ച് കാണിച്ചു തരാം. 2 മെത്തേഡിൽ കാണിക്കുന്നുണ്ട് ഞാനിത് മയക്കിയെടുക്കണത്. ഒരു ചട്ടിയിൽ കഞ്ഞിവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അതെൻ്റെ കയ്യിലുണ്ടായതിന് കഞ്ഞിവെള്ളം അത്ര തന്നെ ഉള്ളൂ. 2ലും പാടെ ഒഴിക്കാൻ എൻ്റെ അടുത്ത് കഞ്ഞിവെള്ളമായിട്ടല്ലാണോ. മറ്റേ മൺചട്ടിയിൽ ഞാൻ സാധാ വെള്ളം ചേർത്ത് ഒഴിച്ചതിൻ്റെ ശേഷം ഞാൻ ഒരു പിടി വാളംപുളിയാണ് ഇട്ട് കൊടുത്തത്. ഇനി വലിയ 2 ടേബിൾ സ്പൂണ് തേയില ഇട്ട് കൊടുക്കാം. അത് ഏത് തേയില ആയാലും കുഴപ്പമില്ല, ലോക്കലായാലും കുഴപ്പമില്ല, എങ്ങനത്തെ ആയാലും കുഴപ്പമില്ല. ഇനി ഇത് നന്നായി തിളച്ച് കുറച്ച് വറ്റിച്ചെടുക്കണം.
ഈ ചട്ടി തന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അത്യാവശ്യം വലിയ ചട്ടിയാണല്ലോ, അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഒക്കെ ഒന്നിച്ച് തന്നെ തിളപ്പിച്ചെടുക്കുകയാണ്. വേറെ ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ചെറിയ അടുപ്പുകൾ ഇങ്ങനെയും വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ പെട്ടെന്ന് ഒക്കെ ഒപ്പം തന്നെ മയങ്ങി കിട്ടും. നമുക്ക് ബീഫോ ചിക്കനോ ഒക്കെ വെക്കാൻ ഏറ്റവും ടേസ്റ്റ് മൺകലത്തിലാണ്. അങ്ങനെയൊക്കെ എല്ലാം മൺകലത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലതും. അലുമിനിയൊക്കെ നമുക്ക് ഭയങ്കര ആരോഗ്യത്തിന് കേടില്ല ഇതാണ്. കഞ്ഞിവെള്ളം വെച്ചത് തിളച്ച് ഞാൻ സിമ്മിലാക്കി കൊടുത്തേക്കാണ്. ചെറിയ തീ ആക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഈ അടപ്പ് ഇതിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ തിളച്ച് ചിന്തുകയാണ്. അപ്പോൾ ഞാൻ അടപ്പ് ഇതിലേക്ക് തന്നെ മാറ്റി കൊടുത്തു. ഇതൊന്ന് വറ്റി കിട്ടണേ നമുക്ക് കേട്ടോ. ഒരു 15-20 മിനിറ്റ് എന്തായാലും നമുക്കിത് തിളപ്പിച്ചെടുക്കണം. ഒരു ദിവസം നമുക്ക് ഇതിനായിട്ട് മാറ്റി വെച്ചാൽ നമുക്ക് പിന്നീട് നല്ല സൂപ്പർ ചട്ടിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിന് പണികളൊന്നുമില്ലല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് ഇളക്കി എത്താത്ത ഭാഗത്തേക്ക് വെള്ളമൊക്കെ ആക്കി കൊടുക്കുകയാണ്. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് തരിക. ഇപ്പം ഈ കഞ്ഞിവെള്ളം നന്നായി കുറേ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. മുക്കാൽ ഫുള്ള് പാർന്നേനു ഞാൻ. ഇപ്പോൾ ഇത് മുക്കാലായി വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇത് കുറച്ച് സമയം കൂടി ഞാനിത് വറ്റിച്ചെടുക്കുന്നുണ്ട്. വറ്റിച്ചെടുത്ത് ഞാൻ തണുത്ത ശേഷം ഞാനത് എടുക്കണത്. വെള്ളമൊക്കെ നന്നായി ചൂട് പോയതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ ഇതിൽ നിന്ന് പാത്രങ്ങളൊക്കെ മാറ്റണത്. ഞാൻ ഈ വെള്ളം മുക്കി ഒഴിച്ച് കൊടുക്കുകയാണ്. ഒന്നിച്ചാണെങ്കിൽ നമ്മളെ കൈ കൊണ്ട് പൊന്തൂല, അത്രക്കും നല്ലോണം വെള്ളം കൊള്ളൂ ഇതിൽ. തീത്തു ഞാൻ മാറ്റിയെടുക്കുകയാണ്. ഇനി ഇതായി ഒന്നുകൂടി നന്നായി ക്ലീൻ ചെയ്ത് നമുക്ക് ഇതിമേ എണ്ണ ഒന്ന് പുരട്ടി വെക്കണം. സിമ്പിളായിട്ടാണ് ഇത്. കാണിക്കുമ്പോൾ കൂടുതൽ സമയം നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നും. ഇത് ഞാൻ കടലപ്പൊടി കൊണ്ട് തന്നെയാണ് കേട്ടോ കേക്ക് എടുക്കണത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ നന്നായി ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം വാഷ് ചെയ്ത് കണ്ട് നമുക്കിത് ഉണക്കാൻ വെക്കാം. ഇതേ രീതിയിൽ ആരെങ്കിലും കലം മയക്കിയെടുത്തുകണമെങ്കിൽ ഇതിൽ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കോണ്ട്. വേറെ മെത്തേഡിൽ എങ്ങനെ നിങ്ങൾ കലം മയക്കൽ എന്നൊക്കെ എനിക്കൊന്ന് അറിയിക്കണം. എന്നാൽ അതേപോലെ എനിക്കുഞ്ഞ് ചെയ്ത് നോക്കാമല്ലോ. ചിലവർ വെറും മൺകലത്തിൽ വെള്ളം തിളപ്പിച്ച് കണ്ട് അങ്ങനെ ചെയ്തെടുക്കാറുണ്ട്. അത് 2, 3, 4 പ്രാവശ്യം തിളപ്പിച്ചെടുക്കണം. അപ്പോഴുള്ളൂ. അതും ഈ രീതിയിൽ തന്നെയാണ് ഏറ്റവും സുഖം എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരു മഗ്‌രിബിൻ്റെ നേരത്താണ് ഇത് കാണിക്കണത്. അതാണ് ഇത് വലിയൊരു വീഡിയോ ക്ലിയർ ഇല്ലാത്തത്. രാവിലെയാണ് ഞാനിത് വെള്ളത്തിലിട്ടത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയൊക്കെ ചെയ്തെടുത്തത്. കുറേ മൺചട്ടി ഉണ്ടായതുകൊണ്ടാണ് ഇത്ര വീഡിയോക്ക് ലെങ്ത്ത് വന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ
പെട്ടെന്ന് കഴിയും ഒരു വീഡിയോ, ഒരു മൺകലൊക്കെ ആണുമ്പോൾ. ഇതൊന്നിച്ച് ചെയ്തെടുത്താൽ അത്രയും ലാഭമാണല്ലോ പണിക്ക്. അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ട് വെള്ളം ചോരാനും ഉണങ്ങാനും വെച്ചതാണ്. നല്ല ചൂടുള്ള ടൈം ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അല്ലെങ്കിൽ നമുക്ക് സ്റ്റൗമ്മ വെച്ച് ഉണക്കിയെടുക്കുക, അങ്ങനെയും ചെയ്യാട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഞാനിതിപ്പോൾ ഉണക്കിയെടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക, നല്ലതാവണം എന്നുള്ളൂ. നമ്മൾ കഴിക്കാൻ പറ്റുന്ന ഓയിലുകളാവണം. കാരണം ഇതിൽ പിടിച്ച് കഴിഞ്ഞ് നമ്മൾ ചട്ടിമ്മ പിടിക്കാനുള്ളതാണിത്. നോൺ സ്റ്റിക്കിൻ്റെ അതേ രീതിയിൽ ഇങ്ങനെ അയപ്പെടുത്താനുള്ളൊരു വിദ്യയാണ് ഞാൻ ഈ കാണിക്കണത്. കുറച്ച് കൂടുതലായിട്ട് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കട്ടോ. അത് കുറച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ചതൊന്നും ഇതിൽ കാണൂല, അതൊക്കെ പിടിക്കും ഇതിൽ. പിന്നെ നമുക്ക് എന്താ അടി പിടിക്കുക ഒന്നും ചെയ്യൂല അങ്ങനെ ആവുമ്പോൾ. ചിലത് ബീഫോ ചിക്കനൊക്കെ വെച്ചാൽ പെട്ടെന്ന് അടി പിടിക്കുമല്ലോ, അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഞാൻ ഒന്ന് വെളിച്ചെണ്ണ തേച്ച് വെച്ചിട്ടോ, ഇനി ബാക്കി കൂടിയും തേച്ച് വെക്കാം. മൺചട്ടി എണ്ണ തേക്കണ സമയത്ത് വെയിലുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ വെയിലത്ത് വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ രാത്രികളിലാണ് ചെയ്യണത്, അതുകൊണ്ട് വെയിലത്ത് വെക്കാൻ പറ്റില്ല. രാവിലേക്കൊക്കെ ഇതൊക്കെ എണ്ണയൊക്കെ വറ്റി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ കാണിച്ചു തരുന്നുണ്ട്. എണ്ണ പാർന്നതായിട്ട് തന്നെ തോന്നൂല, അത്രക്കും നല്ലതായിട്ട് പാർന്നൊക്കെ ചെയ്തതിന്. പക്ഷേ അതൊക്കെ കുടിച്ചിക്കണ്, അതൊക്കെ ഇതിന്മേൽ തന്നെ പിടിച്ചതാണ്. അതാണ് ഇതിന് തിളക്കം. നോൺ സ്റ്റിക്ക് പാനിൻ്റെ പോലെ എന്ന് തോന്നണം. ഉള്ളും പുറക്കെ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പം ഇനി നാളെ രാവിലെ തന്നെ നമുക്കിത് ഉപയോഗിക്കാം. ഇനി ഇതിന്മേൽ വേറെ പണികളൊന്നുമില്ല. ഫുള്ളായിട്ട് എണ്ണ പുരട്ടി കൊടുത്തതിൻ്റെ ശേഷം ഞാൻ ഉണങ്ങിയത് കാണിച്ചു തരാം. പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഈ കാണിക്കണത് കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ല സൂപ്പറായിട്ട് നല്ല തിളക്കവും നോൺ സ്റ്റിക്കിൻ്റെ തന്നെ തിളങ്ങി കിട്ടണുണ്ടല്ലോ. ഒരു തുള്ളി എണ്ണ പോലും ഇതിലില്ല, കേക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഇന്ന് മുതൽക്ക് നമുക്കിത് ഉപയോഗിക്കാം. ഞാനിത് ആദ്യം തന്നെ കേക്കിൻ്റെ ശേഷം ഞാൻ സ്റ്റൗമ്മ വെച്ച് ആദ്യം നാളികേരം വറുത്തെടുക്കുകയാണ്. എണ്ണ ചൂടായതിൻ്റെ ശേഷം ഞാൻ നാളികേരം ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ചെറിയ ഉള്ളിയല്ല, വലിയ ഉള്ളിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായി വറുത്തെടുക്കുക. ഇത് ഇനി നാളികേരം നമുക്ക് ഉപയോഗിക്കാം. നന്നായി ക്ലീൻ ചെയ്തതിൻ്റെ ശേഷമാണല്ലേ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കണത്. ആദ്യം തന്നെ എണ്ണയുള്ള ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ കണ്ടോ, എണ്ണ അതിൽ പാർന്നത് തെളിഞ്ഞ് കാണുന്നുണ്ടല്ലോ. അത്രക്കും നല്ല സൂപ്പറായിട്ട് ചട്ടി കെട്ടിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ മുട്ട വറുക്കണുണ്ട്, അതും കാണിച്ചു തരാം. വലിയ ഉരുളിയിൽ ഞാൻ പായസം വെക്കുന്നുണ്ട്. പായസം വെച്ചത് ഞാൻ ഇതിൽ കാണിക്കണില്ല, അല്ലെങ്കിൽ തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത്തായിട്ടുണ്ട്. ഞാൻ അതുകൂടി ഇട്ടുമ്പോൾ കൂടുതലായി ലെങ്ത്തായി പോകണ്ടായിട്ട് ഞാൻ വേറെ ദിവസം കാണിച്ചു തരാം. അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി മൂത്തിൻ്റെ ശേഷം ഞാൻ ഇത് വാങ്ങുകയാണ്. ഇനി ഈ ചട്ടി കഴുകണമൊന്നുമില്ല കേട്ടോ. ഇതേപോലെ തന്നെ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്.
ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഒരു മുട്ടയുള്ളൂ കേട്ടോ ഞാൻ പൊട്ടിച്ച് വയ്ക്കണത്. വിറകടുപ്പത്ത് വെച്ച് കണ്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പറ്റൂ കേട്ടോ. മൺചട്ടിക്ക് ഏറ്റവും നല്ല അടുപ്പാണ്. ഇതിലേക്ക് കുരുമുളക് ഉപ്പിട്ട് കാണി ഞാൻ വറുത്തെടുക്കുകയാണ്. ഇത് ഞാൻ മോക്കും വേണ്ടിയിട്ടാണ് ഇതിൽ സവാളയൊന്നും ഇടാത്തത്. അവൾക്ക് സവാളയൊന്നും ഇടുന്നത് ഇഷ്ടമല്ല. ഇത് നമുക്ക് നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കുമ്പോൾ തന്നെ ഉപയോഗിക്കാം. പെട്ടെന്ന് എല്ലാം വിട്ടുപോരും. ചപ്പാത്തി പത്തിരിയൊക്കെ അങ്ങനെ ചുട്ടെടുക്കാം, ഓട്ടട ചുട്ടെടുക്കാം. ഇപ്പം അത് കണ്ടാൽ തന്നെ അറിയാലോ, നന്നായി സൂപ്പറായിട്ട് ഇതിൽ നിന്ന് പോന്നിക്കണ്, വിട്ടു പോന്നിണ്. അപ്പം ആദ്യമായിട്ട് തീമച്ച ചട്ടിയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാ. വീഡിയോ കാണാം. ബൈ.